ഹായ് എവരി വൺ, നിങ്ങളെല്ലാവരും സേഫായിരിക്കുമല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും സേഫായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയുള്ള, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം മിസ്സാകാതെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഇതാ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ആ ബ്രൗൺ കളറിലെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഞാൻ ടോട്ടൽ 7 പീസ് ബ്രെഡ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇതാ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ പ്രസ്സിങ് പലക യൂസ് ചെയ്താണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാണ്ട് ചപ്പാത്തി പരത്തുന്ന പോലെയും പരത്തിയെടുക്കാം. അത് പതുക്കെ പരത്തിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിയും ഇത് പരത്തിയെടുക്കാം. ഞാൻ പ്രസ്സിങ് പലകയിലാണ് ചെയ്യുന്നത്. ആ പ്രസ്സിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതാ അപ്പം ഇനിയും കുറച്ചും കൂടെ ഒന്ന് ഇതാവാനുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ പോലെ പരത്തിയെടുക്കാം. പതുക്കെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നീളത്തിൽ കിട്ടും. ഇതാകുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പ്രസ് യൂസ് ചെയ്തത്. ഇനി ഇതാ ഫില്ലിങ്സിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ സവോള, ക്യാബേജ്, ക്യാരറ്റ് ഇത്രയൊന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മയണൈസും ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് ഇങ്ങനെ ആവശ്യത്തിന് എടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും ഉപ്പും എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല. കാരണം മയണൈസിനകത്ത് ഓൾറെഡി ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഉപ്പും ഒക്കെ മയണൈസിനകത്തുള്ളതാണ്. പിന്നെ ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് വേവിച്ച് വെച്ചേക്കുന്നത്. ചിക്കനൊരു 5 വലിയ പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വേവിച്ച് ചെറുതായിട്ട് ചെറിയ പീസസായിട്ട് പിച്ചെടുത്ത് വെച്ചേക്കാണ്. കണ്ടോ? ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് മയണൈസും കൂടെ വേണമായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 1.5 സ്പൂൺ മയണൈസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മയണൈസും ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഓക്കെ വരുന്നുണ്ട്. കണ്ടോ? നല്ലൊരു കുഴഞ്ഞ പരുവത്തിലായി കിട്ടണം. റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഈ രീതിയിലായി കിട്ടണം. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പരത്തി വെച്ചിരുന്ന ബ്രെഡാണ്. കണ്ടോ? ഇനി ഇതിൽ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡിലോട്ട് ഫില്ലിങ്സ് വെച്ചെടുത്തിന് ഒരുപാട് ഫില്ലിങ് ആയി പോകരുത്, കാരണം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫില്ലിങ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. മടക്കി ഇനി ഞാൻ സൈഡിൽ കുറച്ച് മൈദ തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മൈദ ഉപയോഗിച്ച് ചെറുതായിട്ട് സൈഡും 2 എൻഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്. 2 സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറവും അതുപോലെ ചെയ്യാം. കണ്ടോ? ഇതുപോലെ എല്ലാം നമുക്ക് ഫില്ലിങ്സ് വെച്ച് സൈഡെല്ലാം ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് എല്ലാ സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുക. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ബട്ടർ വേഗം കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ എല്ലാം സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 3 ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ.
ബാക്കി പിന്നീട് റെഡിയാക്കി എടുക്കും. ഇതാ ഇനിയും ഈ മറ്റേ സൈഡിലോട്ടെല്ലാം ബട്ടർ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് എല്ലാ സൈഡും ഒരേപോലെ മുരിഞ്ഞ് വരിക. അതാ ബട്ടറെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. എല്ലായിടവും നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഏകദേശം കുറച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൈഡും ഇതുപോലെ നല്ല രീതിയിൽ മുരിച്ചെടുക്കണം. അതാ കറക്റ്റായിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പീസസും റെഡിയാക്കി എടുക്കണം. അതാ ഞാനെല്ലാം റെഡിയായി സെർവിങ് ഡിഷിലോട്ട് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.